മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ഷോണിയെങ്ങും ക്ഷീണമാകുമ്പോൾ എനിക്കെത്തിടാത്ത നിക്ഷേപമുണ്ടെന്റെ പ്രിയനിൽ. ക്ഷോണിയെങ്ങും ക്ഷീണമാകുമ്പോൾ എനിക്കെത്തിടാത്ത നിക്ഷേപമുണ്ടെന്റെ പ്രിയനിൽ. എന്നെ പോറ്റിടും എന്റെ രക്ഷകൻ, എന്നെ പോറ്റിടും എന്റെ രക്ഷകൻ. വാഴും ഞാനെൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ സാം സക്കറിയ കൊട്ടാരക്കര ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. മോർണിംഗ് വോയിസിലൂടെ തിരുവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ തിരുവചനം 105-ാം സങ്കീർത്തനം 3-ാം വാക്യമാണ്. അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. രണ്ട് കാര്യമാണ് ഈ വാക്യത്തിൽ പ്രധാനമായിട്ട് നാം കാണുന്നത്. ഒന്ന്, അവൻ്റെ വിശുദ്ധ നാമത്തിൽ അഥവാ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിക്കുക. രണ്ട്, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കുക. പ്രശംസിക്കുക, പുകഴുക എന്നീ പദങ്ങൾ നമുക്ക് വളരെ പരിചിതമാണ്. പല നിലകളിൽ പ്രശംസിക്കുന്നവരുണ്ട്. ചിലർ തങ്ങളുടെ ധനത്തിൽ, മറ്റു ചിലർ കുടുംബ മഹിമയിൽ, വേറെ ചിലർ തങ്ങളുടെ ബലത്തിലും സൗന്ദര്യത്തിലും, കുറേ പേർ താങ്കൾ ഉൾപ്പെട്ടു നിൽക്കുന്ന മതത്തിൽ പ്രശംസിക്കുന്നു. എന്നാൽ ഈ പ്രശംസകളൊക്കെ വ്യർത്ഥമാണ് എന്ന് തിരുവചനം പറയുന്നു. സാധാരണ ശവസംസ്കാര വേളയിൽ നാം കേൾക്കാറുള്ളൊരു വചനം, മനുഷ്യ, നിന്റെ അവസ്ഥ ഇതാകുന്നുവെങ്കിൽ നീ നിന്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? നിന്റെ ആരോഗ്യത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? നിന്റെ സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? 49-ാം സങ്കീർത്തനം അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നുവെന്നും 52-ാം സങ്കീർത്തനം വീര, നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നതെന്ത് എന്നും വായിക്കുന്നു. ദുഷ്ടതയിൽ പ്രശംസിക്കുന്നവർ തങ്ങളുടെ ദുഷ്ടത വിട്ട് മനം തിരിയാതിരുന്നാൽ അവരുടെ ദുഷ്ടതയിൽ തന്നെ നശിക്കുവാനിടയാകും. സമ്പത്തിൽ പ്രശംസിക്കുന്നവർ അതുകൊണ്ട് അവരുടെ ആത്മാവിനെ നേടുവാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം മറന്നുപോകുന്നു. സൗന്ദര്യത്തിൽ പ്രശംസിച്ച എത്രയെത്ര ആളുകൾ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ച് സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് മരണത്തിന് വിധേയപ്പെട്ടിരിക്കുന്നു. ഭൗതിക വിഷയങ്ങളിലുള്ള പ്രശംസ വ്യർത്ഥമെന്ന് തിരിച്ചറിയുന്നവർ വിവേകശാലികളാണ്. 105-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നാം ശ്രദ്ധിച്ചതുപോലെ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിക്കുവാൻ, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കത്തക്ക നിലയിൽ നാം നമ്മുടെ ആത്മീയ ജീവിതം ക്രമപ്പെടുത്തുവാനിടയാകണം. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. അതെ, ഈ ദിവസത്തിൽ നമുക്ക് സന്തോഷിക്കാം. നമുക്ക് പ്രശംസിക്കുവാനുള്ള ദൈവത്തിൻ്റെ നാമത്തിലാണ്. ആ സന്തോഷവും പ്രശംസയും ശാശ്വതമാണ്. ഗലാത്യലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവുമായുള്ള തൻ്റെ അഭേദ്യമായ ബന്ധമാണ് ഈ വാക്യത്തിലൂടെ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് നാം ക്രൂശിൽ പ്രശംസിക്കേണ്ടത്? ക്രൂശ് ശാപത്തിൻ്റെ ചിഹ്നമാണ്. കൊടും കുറ്റവാളികളെ ശിക്ഷിക്കുന്ന റോമൻ സമ്പ്രദായമാണ് ക്രൂശ് മരണം. കർത്താവായ യേശുവിനെ റോമൻ ശിക്ഷാ നിയമപ്രകാരം ക്രൂശിക്കുകയായിരുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപകരമായ മരണം അനുഭവിച്ചു. ഇങ്ങനെ ശാപകരമായ മരണം അനുഭവിക്കത്തക്ക നിലയിൽ കർത്താവിൽ ഒരു തെറ്റുമില്ലായിരുന്നു. എന്നാൽ കർത്താവ് നമ്മുടെ ശാപം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ശാപകരമായ മരണം ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചു. നമ്മുടെ ശാപം നീങ്ങി നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപകരമായ മരണം അനുഭവിച്ചു. അതുകൊണ്ട് നാം കർത്താവായ യേശുവിൽ പ്രശംസിക്കണം. ഇന്ന് നാം ഈ ആത്മീയ സന്തോഷം അനുഭവിക്കുന്നത്, ഇന്ന് നാം ക്രിസ്തുവിൽ ധന്യമായ ജീവിതം നയിക്കുന്നത് നമ്മുടെ ശാപം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നീങ്ങിപ്പോയത് കൊണ്ടാണ്. കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നതിനാൽ നമ്മുടെ ശാപം നീങ്ങിയെന്ന് മാത്രമല്ല, നമ്മുടെ മരണം നീങ്ങി ജീവനും അക്ഷയതയും കൈവന്നിരിക്കുന്നു. നിത്യമരണത്തിന് അഥവാ രണ്ടാം മരണത്തിന്
വിധേയപ്പെട്ട നമ്മെ അതിൽ നിന്ന് വിടുവിച്ച്, നമ്മെ നിത്യനാശത്തിൽ നിന്ന് വിടുവിച്ച് നിത്യജീവന്റെ ഓഹരിക്കാരാക്കി തീർത്തിരിക്കുന്നു. പാപം മൂലം മനുഷ്യനെ നിത്യമരണത്തിലേക്ക് തള്ളിവിട്ടതിൽ പിശാച് സന്തോഷിക്കുന്നു. എന്നാൽ കർത്താവ് മരണത്തിൻ്റെ മേൽ ജയം വരിച്ച് ഉയർത്തെഴുന്നേറ്റതിനാൽ നാം ഇനി മരണത്തെ ഭയപ്പെടേണ്ടതില്ല. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ എന്നേക്കുമായി പരാജയപ്പെടുത്തിയ കർത്താവ് ഇന്നും ഉയർത്തെഴുന്നേറ്റ് നമുക്കായി ജീവിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ കയ്യിൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ഉണ്ട് എന്ന് നാം തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞതിനാൽ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയതിനാൽ നമുക്ക് നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവാനും പ്രശംസിക്കുവാനും കഴിയും. പ്രിയരെ, ഈ ലോകത്തിൽ നമ്മുടെ പ്രശംസ വ്യർത്ഥമാണ്. ലോകത്തിൽ നാം എന്തെല്ലാം കാര്യങ്ങളിൽ പ്രശംസിച്ചാലും നാം പ്രശംസിക്കുന്ന കാര്യങ്ങൾ നമ്മെ വിട്ടുപോകുന്നൊരു ദിവസമുണ്ട്. എന്നാൽ നമുക്ക് നിത്യജീവൻ നൽകിയ, നമ്മെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിട്ടുവിച്ച, നമ്മുടെ ശാപം നീങ്ങി നമുക്ക് ജീവനും അക്ഷയതയും കൈവരത്തക്ക നിലയിൽ നമ്മുടെ മരണത്തെ എന്നേക്കുമായി പരാജയപ്പെടുത്തിയ, നമ്മെ നിത്യമായ മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവായ യേശുവിൽ നാം പ്രശംസിക്കുന്നുവെങ്കിൽ അത് നിത്യതയോളം നിലനിൽക്കുന്ന ഒന്നായിരിക്കും. നമ്മുടെ കർത്താവിൽ നമുക്ക് പ്രശംസിക്കാം, നമ്മുടെ കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം. യഹോവയെ അന്വേഷിക്കുന്നവർ അവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആത്മസന്തോഷം അനുഭവിച്ചുകൊണ്ട്, അതേസമയം നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന ആ കർത്താവിൽ പ്രശംസിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം നയിക്കുവാൻ ഈ ചിന്തകൾ മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കിന്ന് ലഭിച്ച ഈ നല്ല വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് പ്രശംസിക്കുവാനുള്ളത് ആ കാൽവറിയിലെ ക്രൂശിലാണ്, ക്രൂശിൽ മരിച്ച കർത്താവിലാണ്. ഈ ലോകത്തിലെ പ്രശംസ വ്യർത്ഥമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. യഹോവയിൽ സന്തോഷിക്കുവാൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിൽ സന്തോഷിക്കുവാൻ, അങ്ങയിൽ പ്രശംസിക്കുവാൻ ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ മറ്റൊന്നിലും പ്രശംസിക്കാതെ ഞങ്ങളുടെ കർത്താവിൽ പ്രശംസിച്ചുകൊണ്ട്, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മരക്ഷയിൽ സന്തോഷിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ജീവിപ്പാൻ അധികം കൃപ നൽകി സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നലെ കളിന്നു ഞാൻ പ്രിയൻ നാടിനോടേറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. ഇന്നലെ കളിന്നു ഞാൻ പ്രിയൻ നാടിനോടേറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ, എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ.